നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 1105 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപയാണ് അനുവദിച്ചത്. പെൻഷൻ ഒരു മാസവും മുടങ്ങാതെ കൊടുക്കണമെന്ന് UDF സർക്കാർ നയത്തിന്റെ ഭാഗമായാണിത്. 51,59,472 ഗുണഭോക്താക്കൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി സംസ്ഥാന വിഹിതമായി 951.40 കോടി രൂപ അനുവദിച്ചു. സർക്കാരിന്റെ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്ന 16 ബോർഡുകളിലെ 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130.32 കോടി രൂപയും ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വാർദ്ധക്യ ഭിന്നശേഷി വിധവ പെൻഷനുകളിലെ 8,46,456 പേർക്കുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതമായി 24.76 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 31-നകം വിതരണം പൂർത്തിയായേക്കും. ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 ബോണസും 20,000 ഓണം അഡ്വാൻസും, ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 ഉത്സവ ഭത്ത, പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാർക്ക് 6,000 അഡ്വാൻസ്, സർവീസ് പെൻഷൻകാർക്ക് 1,250, ആശാ അങ്കണവാടി പ്രവർത്തകർക്ക് 1,450 ഉത്സവ ഭത്ത, പിന്നാക്ക വിഭാഗ സ്കോളർഷിപ്പ് വിഹിതം 310 കോടി രൂപ, കുടിശ്ശിക തീർപ്പാക്കൽ മുൻ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക തീർക്കുന്നതിനായി 84 ദിവസത്തിനകം 310 രൂപ അനുവദിച്ചു. ആരോഗ്യ മേഖലയിലെ ധനസഹായം വിഹിതം 200 കോടി രൂപ. കാസ്പ് ആരോഗ്യകിരണം, കാസ്പ് ആരോഗ്യകിരണ പദ്ധതികളിലെ അടിയന്തര ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. നെല്ല് കർഷകർക്കുള്ള സംഭരണ കുടിശ്ശിക വിഹിതം 150 കോടി രൂപ അനുവദിച്ചു. കർഷക ആശ്വാസം സപ്ലൈകോ വഴി നെല്ല് സംഭരിച്ചതിന്റെ 2026 ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക തീർപ്പാക്കാൻ 150 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകി തീർക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓണം പ്രമാണിച്ച് സപ്ലൈകോയുള്ള മുൻകൂർ ഫണ്ട് 153 കോടി രൂപ. സപ്ലൈകോ സബ്സിഡി ഓണവിപണി സജീവമാകുന്നതിനും CMRDRFിൽ നിന്നും സപ്ലൈകോയായി 53 കോടി രൂപ മുൻകൂറായി അനുവദിച്ചു. ഓണക്കാലത്ത് വിലക്കയറ്റം തടയുന്നതിനായി കൺസ്യൂമർ ഫെഡ് വഴി 25 കോടി രൂപ അനുവദിച്ചു. MGRNS ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം കുടുംബങ്ങൾക്ക് 1,200 രൂപ വീതം നൽകാൻ 44.24 കോടി രൂപ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 100 ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് 7,089 തൊഴിലാളികൾക്ക് 1,200 രൂപ വീതം നൽകാൻ 85.06 ലക്ഷം രൂപ അനുവദിച്ചു.